ഹൈറേഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് കട്ടപ്പന ഡിവൈഎസ്പി. അടിസ്ഥാനമില്ലാത്ത ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കരുതെന്നും ഡിവൈഎസ്പി PV ബേബി പറഞ്ഞു. കാൽവരി മൗണ്ട് സ്കൂളിൽ നിന്നുള്ള അറിയിപ്പെന്ന പേരിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ 1 മിനിറ്റ് 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തെ പലയിടത്തായി കണ്ടുവെന്നും മാതാപിതാക്കൾ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തു വിടരുതെന്നുമാണ് സന്ദേശത്തിലുള്ളത്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൂടെ ഉറപ്പായിട്ടും മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് അപരിചിതരായ 1-2 പേരെ നമ്മുടെ പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതുമല്ല, ഇന്നൊരു അരമണിക്കൂർ മുമ്പ് ആ ഭാഗത്തുള്ള ഒരു കുട്ടിയെ ഇതിലൊരാൾ വിരട്ടി ഒട്ടിച്ചു. അദ്ദേഹത്തിന് അതിൽ സിറിഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരം ദയവ് ചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുക. എന്നാൽ അത്തരത്തിലൊരു സംഭവമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മറ്റേതോ സ്ഥലത്ത് പ്രചരിച്ച സന്ദേശം സ്കൂളിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും കട്ടപ്പന ഡിവൈഎസ്പി PV ബേബി പറഞ്ഞു. സാധാരണ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കൊക്കെ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം പരിഭ്രമവും വേവലാതിയും ഉണ്ടാവാൻ സ്വാഭാവികമാണ്. പക്ഷെ തികച്ചും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഓർഗനൈസഡായിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വന്ന് കുട്ടികളെങ്ങനെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ കുറേയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളും അല്ലെങ്കിൽ മാതാപിതാക്കളും അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ വാഹനങ്ങളായാലും എല്ലാവരും ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ ജാഗ്രത പുലർത്തുന്നവരാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്ന് നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആശങ്കപ്പെടുന്ന പോലുള്ള വാർത്തകൾക്ക് അധികം പ്രചാരം കൊടുക്കാതിരിക്കുക, അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ നമ്മൾ പല മീഡിയകളിലൂടെയൊക്കെ നമ്മൾ പറയാറുണ്ട്. കുട്ടികളും മാതാപിതാക്കളും പുറത്തിറങ്ങി പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അപകടങ്ങൾ ഉണ്ടാകാനും അല്ലെങ്കിൽ ഇതുപോലുള്ള 1-2 സംഭവങ്ങൾ ഉണ്ടായതുപോലെ എല്ലായിടത്തും താമസിക്കപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ പ്രചരിക്കുന്ന അനാവശ്യമായ വാർത്തകൾക്ക് പ്രചരണം കൊടുക്കാതിരിക്കുക. ഇത് തികച്ചും നമ്മൾ ഒരു വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മൾ ഒരുപാട് പ്രചരണം കൊടുത്ത ആളുകളെ പരിഭ്രമത്തിലാക്കരുത്. പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് അപരിചിതരായ ആളുകളെ കണ്ടെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അത്തരമൊരു സ്ഥലം ഇടുക്കിയിലില്ല. ഭയപ്പെടുത്തുന്നതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം സന്ദേശങ്ങൾ ആളുകൾ ഷെയർ ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി.